നമസ്കാരം. ഇന്നിവിടെ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറുമുറ സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ചുക്കപ്പമാണ് ഇന്നിവിടെ ഉണ്ടാക്കുന്നത്. മലബാർ ഭാഗത്താണ് കൂടുതലായിട്ടും ചുക്കപ്പം ഉണ്ടാക്കി വരുന്നത്. ചുക്കപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണെങ്കിലും ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ചില ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്. ഇത് ചിലപ്പോൾ പൊട്ടിത്തെറിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മുഴുവൻ ശ്രദ്ധിച്ച് കണ്ടതിന് ശേഷം മാത്രമേ ഈ ചുക്കപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാവുള്ളൂ. ചുക്കപ്പത്തിന് വേണ്ടിയിട്ട് 1 കപ്പ് വറുത്ത അരിപ്പൊടി ഒട്ടും തരിയില്ലാതെ എടുത്തു വെച്ചിട്ടുണ്ട്. അതേ അളവിൽ തന്നെ വെള്ളവും ഇതിലേക്ക് ആവശ്യമാണ്. 1 സ്പൂൺ കരിഞ്ജീരകമാണ് അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത്. ഇത് കുറച്ച് ചെറിയുള്ളി വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നതാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചൂടാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. ചെറിയ ഉള്ളി ചെറുതായിട്ട് വാടുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഈ ചെറിയുള്ളിയാണ് ഈ ചുക്കപ്പത്തിന് പ്രധാനമായിട്ടും ടേസ്റ്റ് നൽകുന്നത്. ഉള്ളി ഇവിടെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന വെള്ളം ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി എടുക്കുന്ന അതേ പാത്രത്തിൽ അതേ അളവിൽ വേണം വെള്ളവും എടുക്കാൻ. പൊടിയുടെ വ്യത്യാസം അനുസരിച്ച് ചിലപ്പോൾ വെള്ളത്തിൻ്റെ അളവ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാം. ആവശ്യത്തിനുള്ള ഉപ്പും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം നന്നായി വെട്ടിത്തിളയ്ക്കുമ്പോൾ പൊടി കുറേശ്ശെയായിട്ട് ഈ പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റ് ചെറിയ തീയിൽ ഈ അരിപ്പൊടിയും വെള്ളവും കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതുപോലെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് വെള്ളം കൂടിപ്പോയെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടുകയോ കുറയുകയോ ഒന്നും ചെയ്താൽ ടെൻഷനൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. കുഴയ്ക്കുന്ന സമയത്ത് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാം. ഇതുപോലെ ചുക്കപ്പം ഉണ്ടാക്കുന്ന സമയത്ത് എണ്ണയിൽ വറക്കുന്ന സമയത്ത് പൊട്ടിത്തെറിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. വെള്ളം കൂടുതലാകുന്നതാണ് പൊട്ടിത്തെറിക്കാനുള്ള ഒരു കാരണം. ഇവിടെ ഇപ്പോൾ അരിപ്പൊടിയും വെള്ളമൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇത് കൈകൊണ്ട് തൊടാൻ പറ്റുന്ന ചൂടാകുന്നത് വരെ ഇതൊന്ന് അടച്ചു വെക്കണം. തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകൾ ഭാഗം ഡ്രൈ ആയി പോകും. അതുകൊണ്ടാണ് ഇത് അടച്ചു വെക്കുന്നത്. കൈകൊണ്ട് തൊടാൻ പറ്റുന്ന സമയമാകുമ്പോൾ നമുക്കിത് കുഴച്ചെടുക്കാം. ആ സമയത്ത് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 സ്പൂൺ മുട്ടയാണ്. മുട്ട നന്നായിട്ടിവിടെ അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. 1 കിലോ പൊടിയൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു മുട്ട മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 300 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 2 സ്പൂൺ മുട്ട മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. മുട്ടയും കൂടെ ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് കൈകൊണ്ടൊന്ന് കുഴച്ചെടുക്കണം. മാവ് നല്ല സോഫ്റ്റ് ആകുന്നത് വരെ വേണം കുഴച്ചെടുക്കാൻ. ഞാനിവിടെ ചേർത്തിരിക്കുന്ന ചേരുവകളെല്ലാം കറക്റ്റ് അളവിലാണ്. അഥവാ ഇനി ഡ്രൈ ആയിട്ട് തോന്നുവാണെങ്കിൽ 1 സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇത് ഇടിയപ്പത്തിൻ്റെയൊക്കെ ഒരു പാകത്തിലാണ് കുഴച്ചെടുക്കുന്നത്. പാകം അറിയാവുന്നവർക്ക് അത് കുഴച്ച് വരുമ്പോൾ അത് മനസ്സിലാകും. അല്ലാത്തവർ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കറക്റ്റ് പാകം എങ്ങനെയാണെന്ന് മനസ്സിലാകും. കുറച്ച് സമയം നന്നായിട്ട് ബലം കൊടുത്ത് ഇതൊന്ന് കുഴച്ചെടുക്കണം. എങ്കിൽ മാത്രമേ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ചുക്കപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. സാധാരണയായിട്ട് ചുക്കപ്പത്തിൽ കരിഞ്ജീരകമാണ് ചേർക്കുന്നത്. അഥവാ ഇനി കരിഞ്ജീരകം ഇല്ലാത്തവർക്ക് ഇതിന് പകരമായിട്ട് എള്ളിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ശരിയായ ടേസ്റ്റ് വരണമെങ്കിൽ കരിഞ്ജീരകം തന്നെ ചേർക്കണം. മാവ് നന്നായിട്ട് കുഴച്ചതിന് ശേഷം ചെറിയ ചെറിയ ബോളുകളാക്കി എടുക്കാം. ഒന്നുകിൽ കൈവെള്ളയിൽ വെച്ചൊന്ന് പ്രസ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ 2 വിരൽ ഉപയോഗിച്ച് ഒന്ന് പ്രസ് ചെയ്ത് ഷേപ്പാക്കാം. കൈവെള്ളയിൽ വെച്ച് ഷേപ്പ് ചെയ്തെടുക്കുന്നതാണ് ശരിയായ ആ ചുക്കപ്പത്തിൻ്റെ ഷേപ്പ് കിട്ടുന്നത്. ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഷേപ്പ് ചെയ്തെടുക്കുക. വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാകും. കുറേശ്ശെയായിട്ട് ഷേപ്പ് ചെയ്ത് ഉടനെ തന്നെ വറുത്തെടുക്കുന്നതാണ് നല്ലത്. കുറേ സമയം ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകൾ ഭാഗം ഡ്രൈ ആയിട്ട് പൊട്ടിത്തെറിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. 2 കാരണങ്ങളാലാണ് ചുക്കപ്പം പൊട്ടിത്തെറിക്കുന്നത്. ഒന്ന് വെള്ളം കൂടിയിട്ടുണ്ടെങ്കിൽ പൊട്ടിത്തെറിക്കും. ഒന്ന് ഇതുപോലെ ഷേപ്പാക്കി വെച്ചിരിക്കുന്ന ചുക്കപ്പം അതിൻ്റെ മുകൾ ഭാഗം ഡ്രൈ ആയി വന്നിട്ടുണ്ടെങ്കിലും പൊട്ടിത്തെറിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇത് ശ്രദ്ധിച്ച് വേണം എല്ലാവരും ചുക്കപ്പം ഉണ്ടാക്കാൻ. ഇതുപോലെ ചെറിയ ചെറിയ ബോളുകളാക്കി എടുക്കാൻ വേണ്ടി കുറച്ച് സമയമെടുക്കും. കുട്ടികളുണ്ടെങ്കിൽ നമുക്കിത് കുട്ടികളുടെ കയ്യിൽ ബോളുകളാക്കി എടുക്കാൻ കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തെടുത്താൽ മാത്രം മതി. ഷേപ്പ് ചെയ്തതിന് ശേഷം ഒരു സെറ്റാകുമ്പോൾ തന്നെ നമുക്ക് വറുത്ത് തുടങ്ങാം. ഒരു സെറ്റ് വറുത്ത് വരുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ളവ ഷേപ്പ് ചെയ്തെടുക്കാം.
മുഴുവനായിട്ട് ഷേപ്പ് ചെയ്തതിന് ശേഷം വറക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവസാനം വറക്കുന്നത് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അത് ശ്രദ്ധിച്ച് വേണം ചുക്കപ്പം ചെയ്തെടുക്കാൻ. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം വേണം ചുക്കപ്പം ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് സമയം ഇളക്കി കൊടുക്കാൻ പാടില്ല. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ. കൂടുതൽ അളവ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വറുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. കളറൊക്കെ മാറി സൗണ്ട് കേൾക്കാൻ തുടങ്ങുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. കുറച്ച് കൂടുതൽ അളവിൽ ഉണ്ടാക്കുകയാണെങ്കിൽ കുറേ ദിവസത്തേക്ക് കേടാകാതിരിക്കുന്ന ഒരു നല്ലൊരു സ്നാക്കാണ് ഇത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചുക്കപ്പത്തിൻ്റെ റെസിപ്പിയാണിത്. എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെ ചെയ്തു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കണ്ട. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലെ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.